പ്രിയമുള്ള സഹപാഠി സുഹൃത്തുക്കളെ, 1985 SSLC ബാച്ചിൽ പഠിച്ച നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കാണാനും നമ്മുടെ സൗഹൃദങ്ങൾ പങ്കിടാനും ലഭിച്ച ഈ നല്ല സന്ദർഭത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. ഏതാണ്ട് 152 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ സുഹൃത്തുക്കൾ തമ്മിൽ അവരുടെ സൗഹൃദം പങ്കിടുകയും പഴയകാല അനുസ്മരണകൾ പുതുക്കുകയും ഇപ്പോഴും ആ ഒരു മനോഭാവത്തിൽ ഇടപെടുകയും ചെയ്യുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ജാതി മത ഭേദമന്യേ നമ്മളെല്ലാവരും ആ ഒരു സുഹൃത്ത് ബന്ധത്തിലായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പല ചർച്ചകളും അഭിപ്രായങ്ങളും ഒക്കെ എല്ലാവരും രേഖപ്പെടുത്തി കാണുന്നു. ഞാൻ എല്ലാം എൻജോയ് ചെയ്യാറുണ്ട്. ഞാൻ മിക്കവാറും തിരക്കിലായിരിക്കുന്നു എങ്കിലും ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ മിക്കവാറും അത് നോക്കുകയും അത് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നു. വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല, ഞാൻ 2 വർഷമായി ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് പല പ്രാവശ്യം ഒരുമിച്ച് കൂടാനും എല്ലാം സന്തോഷിക്കാനുമൊക്കെ സൗഹൃദം പങ്കിടാനെല്ലാം അവസരം ലഭിച്ചു. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല, ന്യൂ ഇയറിൽ ഒരു പ്രോഗ്രാം, ഒരു പിക്നിക്ക് ക്രമീകരിച്ചിരിക്കുന്നു. വളരെ സന്തോഷം. മാത്രമല്ല, നമ്മുടെ സഹപാഠി കുടുംബങ്ങൾക്ക് കുട്ടികളുടെയും നമ്മുടെയൊക്കെ വിനോദ പരിപാടികൾ, കലാപരിപാടികൾ അവതരിപ്പിക്കാനായിട്ട് ഒരു പ്രോഗ്രാം നിങ്ങൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ കൺവീനറായിരിക്കുന്ന രാജേഷ് കുമാർ, അങ്ങനെ അവർ നല്ല നേതൃത്വം കൊടുക്കുന്നു. വളരെ സന്തോഷം. അതെങ്ങനെ റെക്കോർഡ് ചെയ്ത് ഇതിൽ അവതരിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളതിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ ഞാൻ മനസ്സിലാക്കി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഇപ്രകാരം ഒരുമിച്ച് കൂടി വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്ന നമുക്ക് വളരെ സന്തോഷിക്കാനും സൗഹൃദം പങ്കിടാനും നമ്മുടെ മാനസിക സംഘർഷമൊക്കെ കുറയ്ക്കാനും ഉള്ളു തുറന്ന് സന്തോഷിക്കാനും സ്നേഹം പങ്കിടാനും ഒക്കെ ലഭിക്കുന്ന നല്ലൊരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ക്രിസ്മസ് സീസണാണല്ലോ. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. സ്നേഹ സന്ദേശമാണ്. എല്ലാവരും ഒരുപോലെ സ്നേഹിക്കപ്പെടണം, ആദരിക്കപ്പെടണം, ഉള്ളവനില്ലാത്തവന് നൽകണം. നൽകലിൻ്റെ ഒരു സന്ദേശം കൂടിയാണല്ലോ. എല്ലാവർക്കും മെറി ക്രിസ്മസ്. എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷവും എല്ലാ ആശംസകളും ഞാൻ ഈ ഗ്രൂപ്പിൽ ആശംസിക്കുന്നു. മാത്രമല്ല, 2025 വർഷം നമുക്ക് ഏവർക്കും ഐശ്വര്യപൂർണമായ സമ്പൽ സമൃദ്ധിയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായി അനുഭവിക്കാൻ സർവേശ്വരൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും എല്ലാവിധമായ നന്മകളും ആശംസകളും ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു.